നശിച്ച മഴ, ഒടുക്കത്തെ കാറ്റ്, പണ്ടാരടങ്ങിയ വെയില്, ഇതൊന്നും പറയരുത്. ഇങ്ങനെയൊന്നും പറയരുത്. യൂദീൻ ഇബ്നു ആദം, അള്ളാഹു പറയുന്നു, എന്റെ അടിമകൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കാൻ. വീട്ടിലൊരു കസേര ഉണ്ടാക്കിയാൽ കസേര മോശമായി എന്നതിന്റെ പേരിൽ കസേര ആരെങ്കിലും ചീത്ത വിളിക്കുവോ? ഇതുണ്ടാക്കിയവനെ വിളിച്ചിട്ട് പറയും, നീ എന്ത് പണിയാടാ കാണിച്ചെന്ന് ചോദിക്കും. കാറ്റും കോളും മഴയും വന്നാൽ കാറ്റും മഴയും നമ്മൾ ചീത്ത വിളിക്കുന്നു. ഒടുക്കത്തെ മഴ, പണ്ടാരടങ്ങുന്ന വെയില്, എന്തൊരു നശിച്ച കാറ്റാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോ ഈ പറയപ്പെടുന്ന വസ്തുക്കളെ അല്ല നമ്മൾ ചീത്ത വിളിക്കുന്നത്, ഇതിന്റെ സൃഷ്ടാവായ ഖാലിഖായ അള്ളാഹുവിനെയാണ് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പറയരുത്. ചൂട് ശക്തമായ പറയണം, പടച്ചോനെ ഇന്ന് ഇത്രയും ചൂട് വരാൻ കാരണം എന്താ? നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. തണുപ്പ് കൂടിയാലോ? നരകത്തിലെ ചൂട് മാത്രമാണോ? നമ്മൾ കരുതിയിരിക്കുന്ന നരകത്തിലെ ചൂട് മാത്രമാണെന്നാണ്. അല്ല, നരകത്തിലൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തിന്റെ പേര് സംഹരീറു ജഹന്നം എന്നാണ്. നരകത്തിലെ കഠിനമായ തണുപ്പ്, സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. നമ്മൾ ചിന്തിക്കും, അല്ലാ എന്തായാലും നീ നരകത്തിയിടുന്നെങ്കിൽ തീയിലിടരുത്, നീ കൊണ്ടുവന്ന ഞങ്ങളെ ആ തണുപ്പിലേക്ക് അങ്ങ് എറിഞ്ഞാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കിടന്നോളാലോ. ചിന്തിക്കുന്നത് പോലെ അല്ല. സംഹരീറു ജഹന്നം എന്ന് പറയുന്ന നരകത്തിന്റെ തണുപ്പ് കഠോരമാണ്. തണുപ്പ് കൂടുമ്പോ നിങ്ങൾ പറയണം, അല്ലാഹുവേ ഇന്നിത്രയും തണുപ്പ് വരാൻ കാരണം എന്താ? നജ്ജിനി മിൻ സംഹരീരി ജഹന്നമ, നരകത്തിന്റെ തണുപ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അതാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത്. അല്ലാതെ നശിച്ച ചൂട് എന്നൊന്നും പറഞ്ഞ് അള്ളാഹുവിനെ ചീത്ത വിളിക്കരുത്. അള്ളാഹു പൊറുക്കൂല, അവൻ പരീക്ഷണം തന്നുകൊണ്ടിരിക്കും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ.